ജയറാമിനെതിരായ ഹർജിയിൽ കോടതി തെളിവെടുക്കും. ഇന്നത്തെ മാതൃഭൂമിയിലുള്ള ഒരു വാർത്തയാണത്. ഹാപ്പി ഹസ്ബൻഡ് എന്ന മലയാള സിനിമ അതിൻ്റെ കോപ്പിറൈറ്റ് ലംഘനം നടത്തിയ അതിൻ്റെ പ്രൊഡ്യൂസർക്കും അതിൽ അഭിനയിച്ചിരിക്കുന്ന ജയറാം, പിന്നെ റീമ കല്ലിങ്കൽ, സംവൃത സുനിൽ, അങ്ങനെയുള്ള കുറേ ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരു വളരെ നല്ല മനുഷ്യൻ. കാരണം ഇവര് പച്ചയായിട്ട് മോഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നോ എൻട്രി എന്ന് പറയുന്ന ഒരു സീന് പോലും അതിൽ മാറ്റിയിരുന്നു എങ്കിൽ, അതായത് ഒരു സീന് അതിൽ നിന്ന് മാറ്റി എഴുതിയിരുന്നു എങ്കിൽ കാണാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇത് അതേപടി നമ്മുടെ ഗ്രേറ്റ് സജി സുരേന്ദ്രൻ അതേപോലെ കോപ്പി ചെയ്ത് നമ്മുടെ മലയാളികൾക്ക് തരികയാണ് ചെയ്തത്. അവരെന്ത് രചനയാണ് നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയും എന്ത് രചനയാണ് അവരുദ്ദേശിച്ചത്, എന്ത് സംവിധാനമാണ്, എന്ത് സ്ക്രീൻ പ്ലേ ആണ് അവരുദ്ദേശിച്ചത് എനിക്കറിയില്ല. സിനിമയിൽ അഭിനയിക്കുന്നവരോ പോട്ടെ, അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്നവരോ പോട്ടെ, ഈ സിനിമയിൽ അഭിനയിക്കുന്നവർക്കെങ്കിലും ചോദിച്ചൂടെ ഇത് ഏതെങ്കിലും സിനിമയുടെ കോപ്പിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളാവുമോ, ഇതിൻ്റെ ഒരു ജെന്യൂനിറ്റി കുറിച്ച് ചോദിച്ചൂടെ അവർക്ക്? എന്തുകൊണ്ടാണ് ഇവർ അതിൽ നമ്മുടെ റീമാക്ക് അല്ലെങ്കിൽ വളരെ സെക്സിയായി വളരെ ഗ്ലാമറസ് ആയിട്ടൊരു ഫോട്ടോ ഒക്കെ വെച്ച് അഭിനയിച്ചു, അത് ചെയ്ത് ഇതാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഇതിനേക്കാളും ബെറ്റർ അല്ലേ ഇങ്ങനെയുള്ളവരാണോ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു പാവം പയ്യനെ കളിയാക്കുന്നത്? ഇങ്ങനെയുള്ള മലയാള ഇൻഡസ്ട്രിയാണോ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുന്നത്? സജി സുരേന്ദ്രൻ എവിടെ നിന്നൊക്കെ കഥകൾ മോഷ്ടിച്ചിട്ടുണ്ടാവും, എത്ര കഥകൾ മോഷ്ടിച്ചിട്ടുണ്ടാവും? അയാൾ ഇറങ്ങുന്ന എല്ലാ കഥകളും മോഷ്ടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് തുടങ്ങിയത് പ്രിയദർശൻ തുടങ്ങി വെച്ചത് ഇവരൊക്കെ ഇപ്പം അങ്ങ് കൊണ്ടു നടക്കുന്നു. ഇതൊരു വലിയ കലയാണല്ലോ. പ്രിയദർശൻ പണ്ട് ഒരു സിനിമ മോഷ്ടിച്ചപ്പോൾ, അതായത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്നുള്ള ഒരു സിനിമ മോഷ്ടിച്ചപ്പോൾ അതിനകത്ത് അവസാനം ഇങ്ങനെ കൊടുത്തിരുന്നു, ഒരു മറാഠി ചിത്രത്തിനോട് കടപ്പാട് എന്നെങ്കിലും കൊടുത്തിരുന്നു. സജി സുരേന്ദ്രൻ അങ്ങനെയെങ്കിലും കൊടുക്കായിരുന്നു, ഒരു ഹിന്ദി ചിത്രത്തോട് കടപ്പാട് എന്നെങ്കിലും കൊടുക്കായിരുന്നു. അതെങ്ങനെയാ? വലിയ അഭിമാനിയല്ലേ ഇവരൊക്കെ? ആരും അറിയില്ലല്ലോ. ഇവിടുന്ന് ചുരണ്ടി മാറ്റിക്കഴിഞ്ഞാൽ ആർക്കും അറിയില്ലല്ലോ. ഇവരൊക്കെ വലിയ ഫിലിം മേക്കേഴ്സാണ്. എന്ത് നല്ല ഫിലിം മേക്കേഴ്സ് ആണെന്നോ. ഹിന്ദി പടം നോക്കുക, ഓരോ സീനും നോക്കുക, എങ്ങനെയാണ് അനിൽ കപൂർ അഭിനയിച്ചത്, എങ്ങനെയാണ് സൽമാൻ ഖാൻ അഭിനയിച്ചത് എന്ന് നോക്കിയിട്ട് അതേ കോപ്പി ഇവിടെ ജയറാമിനെ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റു നടന്മാരെ കൊണ്ടോ അഭിനയിപ്പിക്കുക. ഭയങ്കര കഴിവാണ് ഇവർക്കൊക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും, ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഓരോ സിനിമ എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എനിക്കൊരു സിനിമ എടുക്കാൻ പറ്റുന്ന തോന്നുന്നു. വളരെ മോശം. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ പോയിട്ട് വേറെ വല്ല പണിയെടുക്കാൻ നോക്കുക, വല്ല തെങ്ങ് കയറാനോ തെങ്ങിന് കിളക്കാനോ. അപ്പോൾ കേട്ടതിന് സന്തോഷം. നിങ്ങളുടെ കമൻസുകൾ ഇടാൻ മറക്കരുത്. താങ്ക് യു.